ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദയോട് ലക്ഷ്മി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ലമ്മേ, ഒരിക്കലും അവൾ ഇവിടെ വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇനി നിങ്ങളെല്ലാവരും കൂടി അവളെ ഈ ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങും. ഞാൻ മാത്രമല്ല, ഞാനും കുഞ്ഞും ഈ വീട്ടിൽ നിന്ന് പോകുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ നിന്ന് പോകുക. അപ്പം നന്ദയുടെ ആ ഒരു കടുത്ത തീരുമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്കാണെങ്കിൽ ആകെ പേടി തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അപ്പം ഗൗതത്തിൻ്റെ മുന്നിൽ വന്ന് സീനിയർ പോലീസ് പറയുകയാണ്, ദേ ഗൗതം, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നന്ദ കണ്ടില്ലേ, ദേ പിങ്കിക്കെതിരെ കേസ് കൊടുത്ത് അവൾ അകത്താകുകയും ചെയ്തു. ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും തടഞ്ഞേ മതിയാവുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സാറ്, ഞാൻ എന്തു പറയാനാണ്, പറയാനുള്ളവരോടെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് മറ്റുള്ളവർ തയ്യാറാകുന്നില്ല. പറഞ്ഞ് ഞാൻ മടുത്തിരിക്കുകയാണ് ഗൗതം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് കൈമലർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. കാരണം ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ശരിക്കും കുടുങ്ങാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ കാർന്നവത്തി എന്ന് പറഞ്ഞ ആ സ്ത്രീയാണ് കുടുങ്ങാനായിട്ട് പോകുന്നത്, അരുന്ധതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്യമ്മ എങ്ങനെ കുടുങ്ങും? അപ്പോൾ ഗൗതത്തിൻ്റെ എൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? ദേ പിങ്കി നന്ദ ഇതുവരെയായിട്ടും അരുന്ധതിയുടെ പേരിൽ കേസൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇതിൽ യഥാർത്ഥ പങ്ക് അരുന്ധതിക്കുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അധികം താമസിയാതെ ഈ കേസ് മുറുകും. അങ്ങനെ മുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് അരുന്ധതിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. സാർ, അങ്ങനെ ചെയ്യരുത് സാർ. ഈ വയസ്സാം കാലത്ത് അവർ ജയിലിൽ കിടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം, ഞങ്ങൾക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഗൗതം, നന്ദയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദ വേറെ ആരുടെയും പേരിൽ പരാതി കൊടുത്തിട്ടില്ല, പിങ്കിയുടെ പേരിൽ മാത്രം. കാരണം തൻ്റെ കുഞ്ഞിനെ തട്ടിയെടുത്ത ഒരു സ്ത്രീയായിട്ടാണ് പിങ്കിയുടെ പേരിലേക്ക് കുറ്റം ചുമത്തിയിരിക്കുന്നത് നന്ദയുടെ കേസിലും വാല്യൂ ഉണ്ട്. കാരണം അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ആക്കാനായിട്ട് നോക്ക്, അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകുമെന്ന് ഗൗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതത്തോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് ഈ സീനിയർ ഓഫീസർ. അപ്പോൾ ഗൗതത്തിന് പല കാര്യങ്ങളും മനസ്സിലായി, പല കടുത്ത തീരുമാനങ്ങളും എടുത്തിരിക്കുക. ഇതേ സമയം തന്നെ ഇന്ത്യവരം കാണിക്കുകയാണ്. അപ്പോൾ ഇന്ത്യവരത്തിൽ നമ്മുടെ ലക്ഷ്മിയുടെ ഭർത്താവും അതേപോലെ ലക്ഷ്മിയും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു കൂട്ടം പോലീസുകാർ അങ്ങോട്ട് കയറി വന്നിട്ട്, ഇവിടെ അരുന്ധതി പറഞ്ഞ സ്ത്രീയില്ലേ, അയ്യോ ഞങ്ങളുടെ ഏട്ടത്തിയാണോ, നിങ്ങളുടെ ഏട്ടത്തിയാണോ ആരാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ അരുന്ധതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ പേടിച്ച് പോവുകയാണ്. ഏട്ടത്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ടോ, വിളിക്കാവരെ. അപ്പോൾ ദേ വരുന്നു അരുന്ധതി. ആരാ, എന്താ, പോലീസുകാരോ? എന്തിനാ ഈ പോലീസുകാർ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ എന്തിനാ വന്നേന്നോ? നിങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട്. എന്നെ അറസ്റ്റ് ചെയ്യാനോ? എന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. ഞാൻ ആരാണെന്നറിയാവോ? ACP ഗൗതമിൻ്റെ വല്യമ്മയാണ്, മനസ്സിലായോ? ആരുടെ വല്യമ്മയാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കേരള പോലീസിന് ഒരൊറ്റ നിയമമേ ഉള്ളൂ. ദേ എൻ്റെ മേലെ നിങ്ങൾ കൈതൊട്ടാലുണ്ടല്ലോ, നിങ്ങൾ വിവരമറിയും. ദേ ഈ അരുന്ധതി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ അരുന്ധതി ഭയങ്കരമായിട്ട് വീം പടച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ വനിതാ പോലീസിനാകെ അരിശം വരികയാണ്. അപ്പോൾ വനിതാ പോലീസ് ആണെങ്കിൽ നിങ്ങളുടെ അഹങ്കാരം ഞങ്ങൾ തീർത്തു തരാം, എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടു നിന്നിട്ട് ഇപ്പം കിടന്ന് വാചകടിക്കുന്നു. നിങ്ങളെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതിയെ പോലീസ്, ഈ വനിതാ പോലീസ് പിടിച്ച് കാരണം നോക്കി പടക്കെന്ന് പറഞ്ഞ ഒറ്റ അടി അരുന്ധതിയെ കണ്ണിൽ നിന്ന് പൊന്നീച്ച മറന്നുപോയി. എല്ലാവരും നോക്കി നിൽക്കേ. അരുന്ധതി ആകെ നാണം കെട്ടുപോയി. അങ്ങനെ അരുന്ധതിയെ വലിച്ചഴച്ചുകൊണ്ട് നേരെ ജീപ്പിലേക്ക് കയറ്റുകയാണ്. പക്ഷേ അത് അരുന്ധതി അവിടെ ഇരുന്നുകൊണ്ട് പേടിച്ച് കണ്ട ആ ഒരു സ്വപ്നമായിരുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴേക്ക് അരുന്ധതിക്ക് വീണ്ടും പേടിയായി. ദൈവമേ, അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തീർന്നു. അങ്ങനെ നമ്മുടെ ഗൗതം വരികയാണ് അരുന്ധതിയുടെ അടുത്തേക്ക്. അപ്പോൾ വല്യമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണം. എന്താ വല്യമ്മയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞാൽ എന്താ കാര്യം, എന്ത് പറ്റി? മോനെ ഗൗതം, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് ഗൗതം, അതുകൊണ്ട് തന്നെയാണ് നിന്നെ വിളിപ്പിച്ചത്. മോനെ ഗൗതം, എടാ എനിക്ക് ഇനി കൂടുതൽ ആയുസുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വല്യമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വല്യമ്മ ഇനിയും ഒരുപാട് നാൾ ജീവിക്കും. ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമായിട്ട് വല്യമ്മ ജീവിക്കും. എന്തിനാണ് വല്യമ്മ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഇല്ല, ഒരിക്കലുമില്ല. കാരണം അധികം താമസിയാതെ എന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകും. എല്ലാത്തിനും കാരണമാ നന്ദയാണ്. നന്ദ ഈ കുടുംബം കലക്കാനായിട്ട് നോക്കിയാണ്. അവളോട് പല പ്രാവശ്യം പറഞ്ഞു പോയില്ലേ, എന്നിട്ട് പോലും അവൾ നമ്മളുടെ വാക്ക് കേൾക്കാനായിട്ട് തയ്യാറായോ? പിങ്കിയെ കൊണ്ട് സ്റ്റേഷനിലിട്ടു. ആ പരാതി പിൻവലിക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ ഇപ്പം കുടുങ്ങാൻ പോകുന്നത് അത് ഞാനും കൂടി ചേർന്നാണ്. കാരണം
പിങ്കിയെ സരോഗസിക്ക് തയ്യാറാവാൻ കൂട്ടുനിന്നതും അതും ഞാനും കൂടി തന്നെയാണ്. അത് നിനക്കറിയാമല്ലോ, നീയും കൂട്ടുനിന്നില്ലേ. പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് നിനക്കൊരു കുഞ്ഞുണ്ടാവണം എന്നുള്ളൊരൊറ്റ ചിന്തയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ആ കാര്യം ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വിനയായി തീർന്നിരിക്കുകയാണ്. നന്ദ അവളുടെ വാശിയാണ് ഇതിനെല്ലാത്തിനും കാരണം. അവളോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കി, പക്ഷേ അവൾ എന്നെ തകർക്കാൻ വേണ്ടിയാണ്. അവൾക്ക് എൻ്റെ ശവം കാണണം, അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത്. വല്യമ്മേ, ഇങ്ങനെയൊന്നും പറയല്ലേ വല്യമ്മേ. പിന്നെ ഞാൻ എങ്ങനെയാണ് ഗൗതം പറയേണ്ടത്? നീയെങ്കിലും എൻ്റെ കൂടെ നിൽക്കണം. കാരണം ഞാൻ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. ഈ വല്യമ്മ ഈ ഇന്ത്യവരത്തിൽ നിങ്ങളോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകും. ഒന്നെങ്കിൽ ഞാൻ ജയിലിലേക്ക്, അല്ലെങ്കിൽ അവിടെ കിടന്ന് എൻ്റെ മരണം. പിന്നെ ജയിലിൽ പോയിട്ട് പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ജീവിച്ചിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നന്ദയുടെ വാശി തന്നെ ജയിക്കട്ടെ. അവൾക്ക് എൻ്റെ മരണമല്ലേ കാണേണ്ടത്. വല്യമ്മ ടെൻഷൻ ആവണ്ട. വല്യമ്മക്ക് ഒരു ആപത്തും വരില്ല. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നീ പിങ്കിയെ പുറത്തിറക്കണം. അവൾ പറഞ്ഞതല്ലേ കുഞ്ഞിൻ്റെ മുഖത്ത് പോലും നീ നോക്കില്ല എന്ന്. എന്നിട്ട് നന്ദി വാശി കാണിക്കുന്നത്? അപ്പോൾ എന്നെ കൊടുക്കാൻ വേണ്ടി തന്നെയല്ലേ? നീ പിങ്കി എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്നും പറയുകയാണ്. ശരി വല്യമ്മേ, ഞാൻ എങ്ങനെയെങ്കിലും പിങ്കിയെ പുറത്തിറക്കാനായിട്ട് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അരുന്ധതിക്കാണെങ്കിൽ ആകെ അരിശം വന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദയെ കാണിക്കുകയാണ്. അപ്പോൾ നന്ദയുടെ അടുത്തേക്ക് ഗൗതം ചെല്ലുകയാണ്. അപ്പോൾ ഗൗതം പറയുകയാണ്, നന്ദേ, നിന്റെ കേസ് നീ പിൻവലിക്കണം. ഇല്ല ഗൗതം സാർ, എൻ്റെ കേസ് ഞാൻ പിൻവലിക്കുന്ന പ്രശ്നമില്ല. പിങ്കിക്കെതിരെ കൊടുത്ത കേസാണ്. അവളെനിക്ക് തീരെ വിശ്വാസമില്ല. എന്തിനാണ്? പിങ്കി നിന്നോട് പറഞ്ഞതല്ലേ കുഞ്ഞിൻ്റെ മുഖത്ത് പോലും നോക്കില്ല എന്ന്. പിന്നെ എന്തിനാ നീ വാശി കാണിക്കുന്നത്? അവളെല്ലാം മറന്ന് ജീവിച്ചോളും. ഇല്ല ഗൗതം സാർ, അവളൊന്നും മറന്ന് ജീവിക്കില്ല. അവൾ ഇതിനപ്പുറവും കാണിച്ചു കൂട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് അവൾക്കെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാനായിട്ട് പറ്റില്ല. നീ അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കണമെങ്കിൽ എനിക്കും കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്തു വേണമെങ്കിലും എടുത്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പിങ്കിക്കെതിരെ കൊടുത്ത കേസില്ലേ, ഞാൻ പിൻവലിക്കും. കാരണം അച്ചൂട്ടൻ്റെ അച്ഛനാണ് ഞാൻ. അപ്പോൾ ഈ കേസിൽ ഒരു ഇതുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്പ്രയാസം എനിക്ക് പിങ്കിയെ തിരിച്ചു വിളിക്കാനായിട്ട് പറ്റും. വിളിപ്പിച്ചോ. എന്നിട്ട് പിങ്കി എങ്ങോട്ട് പോകുന്നാ? ഇതുവരെ എവിടെയാണോ താമസിച്ചത് അവിടെ തന്നെ അവൾ താമസിക്കും. മനസ്സിലായി? ഇന്ത്യവരത്തിലല്ലേ? ഇവിടെ താമസിക്കുമെന്നല്ലേ പറഞ്ഞത്? അത് തന്നെ, ഇവിടെ താമസിക്കും. അതാണിപ്പോൾ വരുത്താനായിട്ട് പോകുന്നത്. എൻ്റെ വല്യമ്മയെ നീ ഒരുപാടിട്ട് ക്രൂശിക്കുകയാണ്. കാരണം ആ പാവത്തിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് പിങ്കി ഇറക്കണമെങ്കിൽ അതിറക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും വല്യമ്മയുടെ ജീവൻ. പക്ഷെ ഞങ്ങളുടെ കാര്യമൊന്നും ആരും നോക്കുന്നില്ല. ഞങ്ങൾ എല്ലാവരുടെ മുന്നിൽ ഒറ്റപ്പെട്ടൊരവസ്ഥയിലായപ്പോൾ ഈ പറഞ്ഞ ഗൗതം സാറ് പോലും എനിക്ക് വേണ്ടി ഒന്ന് സംസാരിച്ചോ? ഇല്ല, സംസാരിച്ചില്ല. ഇത് തന്നെയാണ് തെറ്റ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗൗതം സാർ, പിങ്കി ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഞാനും എൻ്റെ മോനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുക തന്നെ ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം, അച്ചൂട്ടൻ എൻ്റെ മോനും കൂടിയാണ്, എനിക്കും അവനിൽ അവകാശമുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇറങ്ങൂന്ന് പറഞ്ഞാൽ ഈ നന്ദ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കും. അപ്പോൾ ഗൗതമാണെങ്കിൽ കാണിച്ചാരാ, ഞാൻ എന്താ വേണ്ടത് ഞാനും കാണിച്ചത്. നിനക്ക് ഇത്ര വാശിയാണെങ്കിൽ എനിക്കും വാശിയാ എന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് പോവുകയാണ്. ഗൗതത്തിൻ്റെ ഓരോ വാക്കുകളും നടന്ന് നന്ദയുടെ മനസ്സിലേക്ക് കുത്തിക്കയറുകയാണ്. എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതം പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുകയാണ്. പിങ്കിയെ വിളിപ്പിക്കുകയാണ്. അപ്പോൾ പിങ്കി ഗൗതത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കരച്ചില്. ഗൗതമെങ്കിലും ഇപ്പോൾ വന്നല്ലോ, എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നല്ലോ. നിർത്തടി, നിന്റെ മുതലക്കണ്ണിരുന്ന് എനിക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്താ വിചാരിച്ചത്? നിന്നോടുള്ള സഹതാപം കൊണ്ട് ഞാൻ ഇറക്കാൻ വേണ്ടി വന്നാണെന്നോ? നിന്നെ ഇറക്കുന്നതിൻ്റെ പേരിൽ നന്ദ പോലും ഇപ്പം എന്നോട് മിണ്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇനിയും ഈ തെറ്റ് ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവം നീ ശരിക്കറിയും. പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പോൾ വന്നതേ വല്യമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ആ പാവം ഈ വയസ്സാം കാലത്ത് ജയിലിൽ പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് നിന്നെ രക്ഷിക്കാനായിട്ട് ഞാനിപ്പോൾ വന്നത്. മനസ്സിലായല്ലോ? അല്ലാതെ നിന്നോടുള്ള സഹതാപം കൊണ്ടല്ല. അങ്ങനെ ആ വനിതാ പോലീസ് വരികയാണ്. വനിതാ പോലീസിനോട് നമ്മുടെ ഗൗതം പറയുകയാണ്, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും, എനിക്ക് പിങ്കിയെ പുറത്തിറക്കണമെന്ന്. ഇത് ഇടിഞ്ഞപ്പോഴേക്കും, അയ്യോ സാറേ, അത് പിന്നെ നന്ദമ്മയുടെ അല്ലേ ഇത് കേസ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ആ കേസിലൊരു ഇതുമില്ല. കാരണം ഞാനും കൂടി അറിഞ്ഞിട്ടാണ് പിങ്കി സരോഗസിക്ക് തയ്യാറായത്. എൻ്റെയും കൂടി മകനാണല്ലോ. പിന്നെ നന്ദയ്ക്ക് ഡിപ്രഷനുണ്ട്, അതിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചതെന്ന് പറയണം. ആണോ സാർ? ഓക്കെ, എങ്കിൽ പിന്നെ ജാമ്യം കിട്ടും സാർ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയെ പുറത്തിറക്കുകയാണ് ഗൗതം. ഇതേ സമയം തന്നെ നമ്മുടെ ഇന്ത്യവരത്തിൽ കുഞ്ഞിനെയും കൈ പിടിച്ചുകൊണ്ട്
നന്ദ ഭയങ്കര കരച്ചിലാണ്. എൻ്റെ പൊന്നു മോനെ നിനക്ക് വിശപ്പ് മാറിയില്ലേടാ? എടാ കുപ്പിപ്പാല് കുടിച്ചിട്ട് വിശപ്പ് മാറിയില്ലല്ലേ? ദേ അമ്മക്ക് തരാനായിട്ട് അമ്മയുടെ കയ്യിൽ പാലൊന്നും ഇല്ലല്ലോ മോനെ. നിന്റെ സങ്കടം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട് മോനെ, ദേ അവളില്ലേ പിങ്കി എന്ന് പറഞ്ഞവള്, അവളെ കൊണ്ടുവരാനായിട്ട് നിന്റെ അച്ഛൻ പോയിരിക്കുകയാണ്. അച്ഛൻ നമ്മളെ തോൽപ്പിക്കോടാ. അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരുമോ? പക്ഷേ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നു മോനെ നമ്മൾ രണ്ടുപേരും ഈ കുടുംബം വിട്ട് ഇറങ്ങും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതിലൊരു വ്യത്യാസം സംഭവിക്കാനായിട്ട് പോകുന്നില്ല. മോന് വേണ്ടിയല്ലേ? അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല. അച്ഛനെ പിരിയുന്നതിൽ അമ്മയ്ക്ക് ഒരു സങ്കടവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നമ്മുടെ ലക്ഷ്മി ഇതെല്ലാം കേട്ടുകൊണ്ട് ആകെ സഹിക്കാൻ പറ്റുന്നൊരവസ്ഥ. മോളെ നന്ദ നീ എന്തൊക്കെയാണ് പറയുന്നത്? അതെ അമ്മേ, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഗൗതം സാർ അവളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാനിവിടെ നിൽക്കില്ല. ഗൗതം സാറിൻ്റെ വാശി തന്നെ നടക്കട്ടെ. ആരും ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാനില്ലല്ലോ. ഈ പറഞ്ഞ അമ്മയും നോക്കുകുത്തിയെ പോലെ നിൽക്കുകയല്ലായിരുന്നോ? ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചോ എന്നൊക്കെ ചോദിക്കണം. മോളെ ഇനി പിങ്കി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞാനല്ലേ മോൾക്ക് വാക്ക് തരുന്നത്. അവൻ പിങ്കിയെ നമുക്ക് എങ്ങനെയെങ്കിലും വരച്ച വരയിൽ നിർത്താം. എന്ത് വരച്ച വരെ നിർത്താമെന്ന് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് അമ്മേ എന്നും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്കാണെങ്കിൽ ആകെ സങ്കടം. അപ്പോൾ പവിത്ര ഓടി വന്നിട്ട് പറയുകയാണ്, ദേ അവൾ വന്നു, പിങ്കിയുടെ കൂടെ ഗൗതമേട്ടനുമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്കാകെ അരിശം വരികയാണ്. നന്ദ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിങ്കി നേരെ അരുന്ധതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അരുന്ധതിയാണെങ്കിൽ പിങ്കി നിന്നോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നീ ഇത്രയും നാൾ ഇവിടെ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ ജീവിച്ചാൽ മതി എന്ന് പിങ്കിയോട് പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.